എല്ലാ പ്രിയപ്പെട്ടവർക്കും ആലീസ് ഹോം കിച്ചന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ കടൽ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു മത്സ്യമാണ് കലവ. ഗൾഫ് നാടുകളിൽ ഹമൂർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഹമൂറിന്റെ ഏതാണ്ട് 750 ഗ്രാം വരുന്ന മാംസഭാഗമാണ്. ആവശ്യം അനുസരിച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നന്നായി കഴുകിയെടുക്കാൻ വെള്ളത്തോടൊപ്പം കുറച്ച് നാരങ്ങാനീർ കൂടി ഒഴിച്ചാൽ മീനിന്റെ ഉളുമ്പ് മാറിക്കിട്ടും. ഇത് മാറ്റിവെക്കുക. ഇനി മീൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 2 കഷ്ണം ഇഞ്ചി, 10 മുതൽ 15 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 5-6 ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള കൊടംപുളി എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഇടുക. മസാല മൂത്ത് വരുമ്പോൾ കഴുകിയെടുക്കുക. ചില സ്ഥലങ്ങളിൽ ഇതിനെ തോട്ടുപുളി എന്ന് പറയപ്പെടുന്നു. നമ്മൾ എടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി വളരെ ചെറുതായ കഷ്ണങ്ങൾ ആയി കട്ട് ചെയ്യുക. അതാണ് ഈ പ്ലേറ്റിൽ കാണുന്നത്. ഒരു ഫ്രൈയിങ് പാൻ നല്ലപോലെ ചൂടാകാൻ സ്റ്റൗവിൽ വെക്കുക. ചൂടായാൽ വെളിച്ചെണ്ണയോ മറ്റ് കുക്കിംഗ് ഓയിലോ ഏതാണ് ഇഷ്ടം അതനുസരിച്ച് പാനിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായാൽ കുറച്ച് കടുകിട്ട് പൊട്ടാൻ അനുവദിക്കുക. കട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ എണ്ണയിലേക്ക് ഇടുക. കറിവേപ്പില ഇടാൻ മറക്കരുത്. വഴന്നു വരുന്നവരെ കാത്തിരിക്കുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളകുപൊടി. നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയുടെ മുളകുപൊടിയാണ്. മുളകുപൊടിയുടെ അളവ് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കുക. ഫ്രൈയിങ് പാനിൽ വഴന്നുവരുന്ന കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി പേസ്റ്റ് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കുക.
മഞ്ഞൾപ്പൊടി മുളകുപൊടി മിക്സ് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് എടുക്കുക. ഇത് പിന്നീടുള്ള ആവശ്യത്തിലേക്ക് മാറ്റിവെക്കുക. മൂത്തുവന്ന മസാലയിലേക്ക് കുതിർത്ത് വച്ചിരുന്ന കുടംപുളി കഴുകിയിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക. അതിനോടൊപ്പം ഉലുവപ്പൊടിയും ചേർക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളയ്ക്കുമ്പോൾ വൃത്തിയായി കഴുകി വച്ചിരിക്കുന്ന മീൻ കഷ്ണത്തിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം നന്നായി ചുറ്റിച്ച് അടുപ്പിൽ വയ്ക്കുക. കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിൽ മുങ്ങിക്കിടക്കണം. ഇല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അടച്ചുവെച്ച് വേവിക്കുക. തിളച്ചു വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇടുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ആക്കി വേവിക്കുക. ഒന്നുകൂടെ പാത്രം ചുറ്റിക്കുന്നത് നന്നായിരിക്കും. സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ഇടയുണ്ട്. റെഡിയായാൽ അടുപ്പിൽ നിന്നും മാറ്റുക. ഇപ്പോൾ ചൂടോടെ സെർവ് ചെയ്യാൻ തയ്യാറായി. നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ കാത്തിരിക്കുക. അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകൾ എക്കാലയിൽ ട്രാവൽ വ്ലോഗിൽ അവൈലബിൾ ആണ്.